ഇനി നിങ്ങളെ ആരെയും ഓണത്തിന് വിളിച്ചില്ല, ഓണസദ്യ തന്നില്ല എന്നൊന്നും പരാതി പറഞ്ഞേക്കില്ലേ. ഇന്ന് നമ്മളൊരു സദ്യവട്ടം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ മുല്ലമുട്ടും മുല്ലപ്പൂമാലയും കുങ്ങിണിപ്പൂവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുമാത്രം പോരല്ലോ, ഇനിയും കുറേ കൂടെ ഐറ്റംസ് വരാനുണ്ട്. ഇന്ന് നമുക്കൊരു സദ്യവട്ടമാവാം. അപ്പോൾ വാഴയിലൊക്കെ നമ്മൾ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചോറൊക്കെ വിളമ്പാം. അപ്പോൾ കൂട്ടുകറികളൊക്കെ വിളമ്പുന്നതിന് മുന്നേ കുറച്ച് കഥ പറയാം. പണ്ടൊക്കെ നമ്മൾ ഓണം വരുമ്പോൾ കുട്ടിയായിരിക്കുമ്പോഴേ റോഡിലൊരു ഊഞ്ഞാലിടും. എന്നിട്ട് ആ പ്രദേശത്തെ കുട്ടികളെല്ലാം ആ ഊഞ്ഞാലിലാണ് ആടുന്നത്. നമ്മൾ തനി നാട്ടുപുറത്തുകാരാണ്. അങ്ങനെ ഊഞ്ഞാലാട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചില്ലിയാട്ടം വറക്കലായി. അങ്ങേ അറ്റത്തെ മരത്തിലെ ഇലകളിൽ പോയി കാലുകൊണ്ട് എന്തിച്ചു തൊടുക, ഇതൊക്കെയായിരുന്നു അന്നത്തെ പരിപാടി. അങ്ങനെ നമ്മുടെ ഇലയിൽ ചോറായി, പപ്പടമായി, പഴമായി. അപ്പോൾ പച്ചടിയും കിച്ചടിയും എല്ലാം റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിലൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം എന്താണെന്ന് പറയാൻ മറക്കല്ലേ. അപ്പോൾ കുറച്ച് കടുക് പറയില്ലെങ്കിൽ അതൊരു രസമില്ല. അപ്പോൾ അതും കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ വലിയ ഓണാഘോഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. സദ്യ കഴിക്കുക, മാവിലേക്കാളും വലിയ കുടവയറായി കഴിഞ്ഞാൽ ഓണം തീർന്നു. ഇതാ നമ്മുടെ പരിപ്പായിട്ടുണ്ട്. കുറച്ച് കറമുറയാവാം, കായ വറുത്തതും ശർക്കര ഇരട്ടിയും അങ്ങനെയൊക്കെ. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഞ്ചിക്കറിയാണ്. എത്ര കഴിച്ചാലും എനിക്ക് കുട്ടിക്കാലത്ത് മതിയാവാറേ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അത് തന്നെ കേട്ടോ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് പായസം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അവിയൽ, മാങ്ങാച്ചാർ, നാരങ്ങാച്ചാർ അങ്ങനെ കുറേ ഐറ്റംസും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട്. മുരിങ്ങക്കായൊക്കെ ഇങ്ങനെ തെളിഞ്ഞെടുക്കണ ആ സാമ്പാറില്ലേ, അതും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഊണഴിക്കാൻ റെഡി ആയിക്കോ. ഇന്നത്തെ സദ്യ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് മറക്കാതെ ചെയ്തേക്കണം കേട്ടോ. ഒരു ഓണം ഡെക്കറേഷനായിട്ട് വീണ്ടും കാണാം. ഇതിൽ ഒരുപാട് വിഭവങ്ങളൊക്കെ വരാനുണ്ടെന്നറിയാം. ഒക്കെ ഒരു കറുകു ശരിയായെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്കിത് ഇഷ്ടമാവുമെന്ന് അറിയില്ല. ഇഷ്ടമായാൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട.